ഹലോ ഹലോ ഭയങ്കര ബ്ലറ് ഫോൺ കാർ ഇട്ടിട്ട് കാണാൻ പോവാൻ സമയം 6 മണി ആവാറായി. എന്നിട്ടാട്ടാ ഈ സമയത്ത് ഇറങ്ങാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്ന് ഇറങ്ങാനെന്ന് ഇറങ്ങാൻ പോകണുള്ളൂ കേട്ടാ. അപ്പം ഉച്ചയ്ക്ക് ചോറ് ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കടകളൊന്നും ഇല്ലാത്തത് കൊണ്ടും അല്ല. ചില സമയത്തൊക്കെ 3 മണിക്കൊക്കെ ഒന്ന് ഫുഡ് കഴിക്കണം. അപ്പം ഇന്ന് ഞാൻ എന്തായാലും ചോറ് അങ്ങോട്ട് കൊടുത്തുവിടാന്ന് വിചാരിച്ചു. റേഷനരി ആയതുകൊണ്ട് നമുക്ക് അധികം ബുദ്ധിമുട്ടില്ല പെട്ടെന്ന്. മറ്റേ അരിയാണെങ്കിൽ നമുക്ക് തലേദിവസം വേവിച്ച് വെക്കുന്നത്, അതാകുമ്പോൾ അന്ന് തന്നെ നമ്മൾ വേവിച്ച് വെക്കേണ്ടി വരും. അപ്പോൾ ഒരു ഭംഗിക്ക് ഞാൻ പൈസയൊക്കെ വെച്ച് കൊടുത്തു. ഫ്രണ്ടിൽ മറന്നു പോയാലോ പൈസ. ഇന്ന് നമ്മൾ തക്കാളി ചോറാണ് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. അപ്പം ഇന്നലെ പറഞ്ഞ് എനിക്ക് തക്കാളി ചോറ് വേണം, അതാണ് നല്ലതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്തായാലും ഉണക്കച്ചെമ്മീൻ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഉണക്കച്ചെമ്മീനും കൊടുത്തുപോയിട്ട് തക്കാളി ചോറും കൊടുത്ത്. എന്തെന്നറിയില്ല, കുഴപ്പമില്ല. ആദ്യമായിട്ടാണ് ഞാൻ തക്കാളി റൈസ് വയ്ക്കുന്നത്, എനിക്കറിയില്ല. പിന്നെ യൂട്യൂബ് ഉള്ളപ്പോൾ പിന്നെ നമ്മളെന്തിനാ വിഷമിക്കണത്, യൂട്യൂബ് നോക്കി അങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ പോരെ. അപ്പോൾ യൂട്യൂബ് നോക്കി അങ്ങോട്ട് ഞാൻ നല്ല രാത്രി വെറുതെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ തന്നെ ഒരു ഏകദേശം ഐഡിയ കിട്ടിയപ്പോൾ ഞാൻ എടുത്തു ഇങ്ങനെയൊന്നും ഉണ്ടാക്കി കൊടുത്തേക്കാം. എനിക്കറിയത്തില്ല, സത്യമായിട്ട് എനിക്ക് തക്കാളി റൈസ് ഉണ്ടാക്കാൻ അറിയത്തില്ല. ആദ്യമായിട്ടാണ് ഞാൻ ഉണ്ടാക്കണത് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയില്ല. കഴിച്ച് കഴിയുമ്പോൾ ഉച്ചയ്ക്ക് അഭിപ്രായം പറയും എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ സ്പൂണൊക്കെ അതിൽ തന്നെ സെറ്റ് ചെയ്ത് കൊടുത്ത് ചൂടുപാത്രമായിരുന്നു, പക്ഷെ അത് പൊളിഞ്ഞു പോയി. അതുകൊണ്ട് പണിയും കിട്ടി. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ടവൽ വെച്ച് കെട്ടി സുരക്ഷിതമായിട്ട് കൊടുത്തേക്കാണ്. അല്ല എന്നാലും കുഴപ്പമില്ല, നമുക്ക് എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിക്കണം ഉച്ചയ്ക്ക്. അപ്പോൾ എന്തായാലും ഉച്ചയ്ക്ക് ചില സമയത്ത് കിട്ടൂല. കടയിൽ കയറി ഇറങ്ങിയാലും ചിലപ്പോൾ ഓർഡർ അടിക്കുമ്പോൾ കടയിൽ കയറി കഴിക്കാനുള്ള സാധനങ്ങൾ. അപ്പോൾ നമുക്ക് ഇതാകുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഹോട്ടലിൻ്റെ അവിടെ എവിടെന്നെങ്കിലും നമുക്ക് ഫുഡിൻ്റെ വില ആകെ 2 കറി ഉണ്ടാവുള്ളൂ. 90 80 രൂപയ്ക്കാണ് ഒരു ചെറിയ ഊണിനല്ലേ. അതാണ് ഏറ്റവും വലിയ വിഷയം. അപ്പം അതിൽ നല്ലത് വീട്ടിൽ നിന്ന് പറ്റും. തണുത്തിട്ട് പോകുന്നുള്ളൂ, കാരണം ചൂടുപാത്രം വരുന്നത് പൊട്ടിപ്പോയി. ഇത്തിരി തണുപ്പുണ്ടാവുന്നുള്ളൂ, പക്ഷെ കഴിക്കാൻ പറ്റുമല്ലേ. നമുക്കെന്നാലും വീട്ടിൽ നിന്നാലും ഇത് കഴിക്കാനൊരു ചില സമയത്ത് ബുദ്ധിമുട്ടാണ്, സമയം കിട്ടൂലേ. അതായത് കഴിക്കണം, നമുക്ക് കഴിച്ചില്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ള സമയമായാലും വല്ല ഡിലേ ഓർഡർ വരികയാണെങ്കിൽ കഴിച്ചേക്കണം അതേട്ടാ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പൊ സപ്പോർട്ടും കാര്യങ്ങളും എന്താണെന്നല്ലോ. അപ്പൊ എല്ലാവർക്കും ബൈ.